വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീനട്ട്, അതായത് നമ്മുടെ കടല, അതുപോലെ പീനട്ട് ബട്ടർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ബോഡി ബിൽഡിങ്ങിലൊക്കെ ധാരാളമായിട്ട് എല്ലാവരും കേൾക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ്. അപ്പോൾ ഈ പീനട്ട് അതുപോലെ പീനട്ട് ബട്ടർ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ ബോഡി ബിൽഡിംഗ് ബെനിഫിറ്റ്സ്, അതുപോലെ പീനട്ട് ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നത്, ഈ പീനട്ട് ബട്ടറും പീനട്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സ്റ്റേ ട്യൂൺ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് ഹിറ്റ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ടോപ്പിക്കിലേക്ക് വിട്ടാലോ? പീനട്ട് ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ വലിയ റെസിപ്പി ഒന്നും ഇല്ല ഗൈസ്. നമുക്ക് ആകെ ഇതിനകത്ത് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോ ആയിട്ടുള്ള പീനട്ട്സ് അല്ലെങ്കിൽ റോസ്റ്റഡ് പീനട്ട്സ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ആ റോസ്റ്റഡ് പീനട്ട്സ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞ ശേഷം നമ്മൾ ജസ്റ്റ് ഒരു മിക്സിയിൽ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു പീനട്ട് ബട്ടറിൻ്റെ ആ ഒരു റേഷ്യോയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ബട്ടറിൻ്റെ ആ ഒരു റേഷ്യോയിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ഒരുപാട് സാധാരണ നമ്മൾ നാച്ചുറലായിട്ട് പീനട്ട്സ് മാത്രം ചേർക്കുന്നത് കൊണ്ട് ഇത് ചിലപ്പം നമുക്ക് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നല്ല ബട്ടറിൻ്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയണ്ടേ, അതിൻ്റെ ഒരു ഇച്ചിരി കൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലൊക്കെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. പക്ഷേ അതൊന്നും ഹെൽത്തി അല്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം പീനട്ട്സ് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ഇതിൻ്റെ അകത്തോട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോ പീനട്ട്സ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് പീനട്ട്സ് ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നത് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ടേസ്റ്റ് എല്ലാം വ്യത്യാസം കാണും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡഡ് ഷുഗർ, അതുപോലെ തന്നെ സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അത് അതുപോലെ സ്മൂത്തൊക്കെ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടൊക്കെ ഷോപ്പിൽ നിന്ന് മേടിക്കുവാണെങ്കിലും ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് അതിനകത്ത് റോസ്റ്റഡ് പീനട്ട്സ് 100% റോസ്റ്റഡ് പീനട്ട്സ് എന്ന് മാത്രം എഴുതിയേക്കുന്നത് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഹൈഡ്രോജനേറ്റഡ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരിക്കലും വാങ്ങരുത്. അതുപോലെ തന്നെ സാൾട്ടൊന്നും ഇല്ലാത്തത് തന്നെയാണല്ലോ. അപ്പം ഈ ഇപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനം തന്നെയാണ് പീനട്ട് ബട്ടർ. അപ്പോൾ പീനട്ടും പീനട്ട് ബട്ടറും, അതായത് കടലയും നിലക്കടലയും അതുകൊണ്ട് ഉണ്ടാക്കുന്ന പീനട്ട് ബട്ടർ എന്ന് പറയുന്ന സാധനം തമ്മിൽ ഒരു വ്യത്യാസമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ അതിൻ്റെ കലോറിക് വാല്യൂസ് അതുപോലെ നമ്മൾ ന്യൂട്രീഷണൽ വാല്യൂസ് എല്ലാം നോക്കുമ്പോൾ സെയിം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ രണ്ട് സാധനമായിട്ട് കാണേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പീനട്ട് ബട്ടറിൻ്റെ ഒരു പ്രയോജനം. അതായത് നമുക്ക് കൂടുതൽ ഫുഡുകൾക്കകത്തൊക്കെ ഇതൊക്കെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്, പിന്നെ കഴിക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള വാല്യൂസ് നമുക്കൊന്ന് നോക്കാം. ഒരു ഔൺസ്, നമ്മൾ ഒരു സെർവിങ് എന്ന് പറയുന്നത് ഒരു ഔൺസ് ആയിട്ട് നമുക്ക് എടുക്കാം. അതായത് ഒരു ഔൺസ് എന്ന് പറയുന്നത് 28 ഗ്രാമോളം വരും. അപ്പോൾ 28 ഗ്രാം കടലയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനകത്തുള്ള ന്യൂട്രീഷണൽ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 165 ഗ്രാമോളം 165 കലോറി എനർജി നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടും. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 6 ഗ്രാം ആയിരിക്കും. പ്രോട്ടീൻ്റെ അളവ് എന്ന് പറയുന്നത് 7 ഗ്രാം ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്ന ഫാറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് 14 ഗ്രാം ആയിരിക്കും. അതായത് 28 ഗ്രാമിനകത്ത് 14 ഗ്രാം, ഏകദേശം പകുതിയോളം തന്നെ ഫാറ്റ് അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പീനട്ട്സ് അതുപോലെ തന്നെ പീനട്ട് ബട്ടർ എന്നൊക്കെ പറയുന്നത് ഒരു ഫാറ്റ് സോഴ്സാണ്, ഒരു പ്രോട്ടീൻ സോഴ്സ് അല്ല. 7 ഗ്രാം പ്രോട്ടീൻ അതിനകത്ത് കിട്ടുന്നുണ്ടെങ്കിലും 14 ഗ്രാം ഫാറ്റിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാറ്റ് സോഴ്സാണ്, ഗുഡ് ഫാറ്റ് സോഴ്സ്, നല്ല ഫാറ്റുള്ള സോഴ്സ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പീനട്ട് ബട്ടറാണ് നോക്കുന്നതെങ്കിലും പീനട്ട് ബട്ടർ 1 ഔൺസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 15 ഗ്രാമോളം വരും, ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കാം. അപ്പോൾ ഇതിനകത്തും വരുന്ന കലോറിക് വാല്യൂസ് എല്ലാം സെയിം ആയിരിക്കും. 165 കലോറി ആയിരിക്കും ഇതിനകത്തുള്ളത്. അതുപോലെ ന്യൂട്രീഷൻ വാല്യൂസ് ബാക്കി എല്ലാം സെയിം ആണ്. പ്രോട്ടീൻ്റെ അളവും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും ഫാറ്റിൻ്റെ അളവും സെയിം ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും പീനട്ട്സും പീനട്ട് ബട്ടറുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പീനട്ട്സ് കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ അഡ്വാൻറ്റേജസ് തന്നെയാണ് നമ്മൾ പീനട്ട് ബട്ടർ, നമ്മൾ 100% നാച്ചുറൽ ആയിട്ടുള്ള പീനട്ട് ബട്ടർ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അഡ്വാൻറ്റേജ് എന്നതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വീഡിയോസിനകത്തൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാറ്റ് സോഴ്സ് നമ്മൾ പറഞ്ഞ ഇത് ഗുഡ് ഫാറ്റ് സോഴ്സ് ആണ്. ഇതിൻ്റെ അകത്ത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതൊരു നല്ല ഗുഡ് ഫാറ്റ് തന്നെയാണ്. അപ്പോൾ അത് ചെയ്യുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫാറ്റിൻ്റെ കുറവ് മൂലം നമുക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വീഡിയോസിനകത്ത്. അപ്പം ഇത് നമ്മൾ നല്ല ഗുഡ് ഫാറ്റ് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ബുദ്ധിശക്തി ഓർമ്മശക്തി എല്ലാം നമുക്ക് വർദ്ധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ബ്രെയിനിൻ്റെ 60% ഫാറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ല ഗുഡ് ഫാറ്റ് കൺസ്യൂം ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. അത് മാത്രമല്ല ഗൈസ്, ഇതിൻ്റെ അകത്ത് വിറ്റമിൻ ബി ഉണ്ട്. അപ്പോൾ വിറ്റമിൻ ബി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലോട്ടുള്ള ബ്ലഡ് നല്ലപോലെ സർക്കുലേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഇത് നമ്മുടെ തലച്ചോറിനും അതുപോലെ തന്നെ എന്താ പറയണ്ടേ, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനും എല്ലാം വളരെ ഗുഡായിട്ടുള്ളൊരു സാധനമാണ് ഈ പീനട്ട് ബട്ടർ എന്നൊക്കെ പറയുന്നത്. നമ്മൾ പീനട്ട് ബട്ടറിൻ്റെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റൊമക്കിലുണ്ടാകുന്ന ക്യാൻസറിൻ്റെ ഗ്രോത്ത്, അതായത് ഫസ്റ്റ് സ്റ്റേജ് ഗ്രോത്തിനെ വരെ തടഞ്ഞു നിർത്തി പിന്നെ ഫർദർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാതിരിക്കാൻ വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ
പീനട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത്രയ്ക്ക് ശക്തിയുണ്ട് അതിൻ്റെ ആൻറ്റി ഓക്സിഡൻസിന്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പീനട്ട് ബട്ടർ കൺസ്യൂം ചെയ്യണം. ബോഡി ബിൽഡിങ്ങിന് വളരെ നല്ലതാണ് പീനട്ട് ബട്ടർ. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പീനട്ട് ബട്ടർ അല്ലെങ്കിൽ കടലയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് നമ്മുടെ LDL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ ആണ്. അതായത് ലോ ഡെൻസിറ്റി ലിപ്പിഡ് പ്രോട്ടീൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ബാഡ് കൊളസ്ട്രോൾ ആണ്. ആ ബാഡ് കൊളസ്ട്രോളിനെ കുറച്ചിട്ട് നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്. ആ ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടാനായിട്ട് പീനട്ട് ബട്ടറും അതിലെ കടലയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം HDL കൂട്ടും, LDL കുറയ്ക്കും. അതായത് ബാഡ് കൊളസ്ട്രോൾ കുറച്ചിട്ട് ഗുഡ് കൊളസ്ട്രോൾ കൂട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണോ അൺസാച്ചുറേറ്റഡ്, നമുക്ക് അന്ന് നല്ല ഫാറ്റിന് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് നമ്മൾ നല്ല ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ അത് നമ്മുടെ ഗുഡ് കൊളസ്ട്രോളിനെ ഇൻക്രീസ് ചെയ്യാനും അതുവഴി നമ്മുടെ ഹേർട്ടിൻ്റെ ഒക്കെ ഹെൽത്ത് നമ്മൾ ലോങ് റണ്ണിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഹെൽത്തൊക്കെ നന്നായിട്ടിരിക്കാനും നമ്മുടെ ഹേർട്ടിനെ ഒരു യങ് ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പീനട്ട് ബട്ടർ അതുപോലെ പീനട്സും ഒക്കെ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ട് കൺസ്യൂം ചെയ്യണം. പീനട്ട് ബട്ടറിൻ്റെ കൺസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 ഔൺസ് വെച്ചിട്ടായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ 1 ഔൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 28 ഗ്രാം വരും. അതായത് ഒരു സെർവിങ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് 28 ഗ്രാം. 28 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അളന്നൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ കഴിച്ചാൽ മതി. 2 ടേബിൾ സ്പൂൺ ഏകദേശം 28 അല്ലെങ്കിൽ 30 ഗ്രാം വരും. അപ്പോൾ അത്രയും കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പീനട്ട് കൺസ്യൂം ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഹെൽത്തി ഫാറ്റ്സിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ഹാൻഡ് ഫുൾ ഓഫ് പീനട്സ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ തന്നെ ആയിരിക്കണം നമ്മൾ പീനട്ട് ബട്ടറും കഴിക്കേണ്ടത്. എപ്പോഴൊക്കെ കഴിക്കണം പീനട്ട് ബട്ടർ എപ്പോഴൊക്കെ കഴിക്കണം? ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കേണ്ടത്. അത് 2 ടേബിൾ സ്പൂൺ ഞങ്ങൾ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓട്സിനകത്ത് മിക്സ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്ത് കഴിക്കാം. അതുപോലെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ആ ബ്രെഡിനകത്ത് വേണമെങ്കിൽ ചെയ്തിട്ട് കഴിക്കാം. അതുപോലെ സ്മൂത്തീസ് ഉണ്ടാക്കാം നമുക്ക് പീനട്ട് ബട്ടർ വെച്ച്. അതുപോലെ നിങ്ങൾ ഷേക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം പീനട്ട് ബട്ടർ. അതുപോലെ പീനട്സ് നമുക്ക് നമ്മുടെ ഓട്സിനകത്തോ എവിടെയുള്ളതൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം. നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഇത് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക, ഹെൽത്തി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക, പീനട്സിൻ്റെ മാക്സിമം ബെനിഫിറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടന്റ്. നമ്മൾ ഏകദേശം ക്ലിയർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു കിടിലനായിട്ടുള്ള ഒരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.